ഭരണമാറ്റത്തിന് പിന്നാലെ സംസ്ഥാനത്തെ IAS തലപ്പത്ത് സമഗ്രമായ അഴിച്ചുപണി വരുന്നു. ഇടതു സർക്കാർ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ ബി അശോക്, എൻ പ്രശാന്ത് എന്നിവരെ സർഫേസിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന തീരുമാനം ഇതിനോടൊപ്പം ഉണ്ടാകും. രാഷ്ട്രീയ കൂടിയാലോചനകൾ കൂടി പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടെ ഉത്തരവ് ഇറങ്ങിയേക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ സമഗ്ര അഴിച്ചുപണിയാണ് നടക്കാൻ പോകുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അവരെയെല്ലാം മാറ്റിക്കൊണ്ടുള്ള സമഗ്രമായ അഴിച്ചുപണിക്കാണ് മുഖ്യമന്ത്രി VD സതീശൻ ഒരുങ്ങുന്നത്. ഇടത് സർക്കാർ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക്, എൻ പ്രശാന്ത് എന്നിവർക്കെതിരായ നടപടി പിൻവലിക്കുമെന്നതാണ് IAS തലപ്പത്തെ അഴിച്ചുപണിയെ ശ്രദ്ധേയമാക്കാൻ പോകുന്നത്. സർവീസിലേക്ക് മടങ്ങിയെത്തുന്ന ഡോക്ടർ ബി അശോകിനെയും എൻ പ്രശാന്തിനെയും നിർണായക വകുപ്പുകളുടെ ചുമതലയിൽ നിയമിക്കുമെന്നാണ് സൂചന. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുകയാണ്. പുതിയ ചീഫ് സെക്രട്ടറി കൂടി ലക്ഷ്യം വെച്ചുള്ള അഴിച്ചുപണിയാകും IAS തലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വകുപ്പുകളുടെ തലപ്പത്തെ മാറ്റങ്ങളിൽ മന്ത്രിമാരുടെ താൽപ്പര്യങ്ങളും കണക്കിലെടുക്കും. രാഷ്ട്രീയ കൂടിയാലോചനകൾ കൂടി കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്തോടെ ഉത്തരവിറങ്ങുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ജില്ലാ കളക്ടർമാരിൽ ചിലരെ മാറ്റിയൊഴിച്ചാൽ IAS തലത്തിൽ കാര്യമായ അഴിച്ചുപണി നടന്നിരുന്നില്ല. പോലീസ് തലപ്പത്തും ജില്ലാ പോലീസ് മേധാവികളിലും വൈകാതെ മാറ്റങ്ങൾ ഉണ്ടാകും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.